പ്രിയപ്പെട്ടവരെ, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ ഉപയോഗിച്ച ഏറ്റവും മൂർച്ചയേറിയിട്ടുള്ള പ്രചരണായുധം എന്ന് പറയുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ ലീഗൽ ഫേമിനെ RSSകാരുടെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ ഭരണസമിതി എന്നുള്ളതായിരുന്നു. നിങ്ങളെല്ലാ ആളുകളും അത് ഓർക്കുന്നുണ്ട്. എല്ലാ ഇടതുപക്ഷ ചാനലുകളും കൃത്യമായ പ്രചാരണം ആ കാര്യത്തിന് നടത്തുകയും ചെയ്തിട്ടുണ്ട്. മുൻപത്തെ പഞ്ചായത്ത് സെക്രട്ടറി ആയ ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടിരുന്ന അന്നത്തെ സെക്രട്ടറി അവിടെ പ്രഖ്യാപിച്ച് അവിടെ ഇരുത്തിയിട്ടുള്ള സംഘി വക്കീലിനെ വലിച്ചെറിയാൻ വേണ്ടി വീണ്ടും UDF ഒരു യോഗം, കൃത്യമായി പറഞ്ഞാൽ 10/7/2025 മിനിഞ്ഞാന്ന് ഒരു യോഗം ചേർന്ന് അതൊരു ഓർഡറാക്കി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി പുതിയ ഓർഡറാണ് ഈ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. ഇതിങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം 12/7/2025 DYFIക്കാരൻ്റെ പ്രഹസനമെന്നോണം ഒരു പരിപാടി തട്ടിക്കൂട്ടി ആ നാട്ടിൽ വലിയ ചർച്ചയാക്കാൻ വേണ്ടി തയ്യാറാകുന്ന നിങ്ങളുടെ ആ ഒരു ഗതികെട്ട അവസ്ഥയെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തിനീ പരിപാടി നടത്തിയെന്നുള്ളത് ചോറ് തിന്നുന്ന, അന്നം തിന്നുന്ന മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പബ്ലിക് അനൗൺസ്മെൻറ്റ് ഇയാളെ പുറത്താക്കി എന്നുള്ള ഓർഡർ വരുമ്പോൾ അത് ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് പറഞ്ഞ് പ്രചരിപ്പിച്ച് അതൊരു അടുത്ത ആയുധമാക്കാനല്ലേ നിങ്ങളിത് എടുത്തിട്ടുള്ളത്? ഗതികെട്ട DYFIക്കാരൻ്റെ ഗതികെട്ട അവസ്ഥയെ പുച്ഛത്തോടെ അല്ലാതെ കാണാൻ പറ്റില്ല എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. അന്നും സംഘി വക്കീലിനെ കൊണ്ടുവന്നത് നിങ്ങൾ, തീരുമാനിച്ചത് നിങ്ങൾ, അതുപോലെ അത് പ്രചരണമാക്കിയത് നിങ്ങൾ, വിവാദമാക്കിയത് നിങ്ങൾ, എന്നിട്ടത് വലിയ ചർച്ചയാക്കിയത് നിങ്ങൾ. ഇന്ന് അതിനെ മാറ്റാൻ വേണ്ടി UDF തീരുമാനിച്ചപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇതുപോലത്തെ ഒരു കോലം കെട്ടിയിട്ട് വീണ്ടും അതിനെ ആളുകളുടെ ഇടയിൽ പ്രചാരണവും വിവാദവുമാക്കിയിട്ട് അത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ പരിപാടി ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യാൻ പ്ലാൻ ചെയ്ത് ഈ പരിപാടി തട്ടിക്കൂട്ടിയ നിങ്ങളോട് തികച്ചും പുച്ഛം മാത്രമേ ഉള്ളൂ സഖാക്കളെ.